നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വചനം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ YC ദാസ് അവറുകളോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കാം എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്നുള്ള സഭയിലെ ജോയ് സോറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധനായ കർത്താവേ, ഇടങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വൈകുന്നേര സമയത്തിനായ ഇടങ്ങളങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, പ്രഭാതത്തിൽ അടിയങ്ങളെ സഹായിച്ചു, അങ്ങേ മേശ്വരിക്ക് ആരാധനയിടയാക്കി, കർത്താവിൻ്റെ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ കൂടി അങ്ങയുടെ വചനം പഠിക്കുവാൻ, കേൾപ്പിക്കുവാനൊക്കെ ഇങ്ങടെയാക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെയും അടിയങ്ങളുടെ മധ്യ വചനമായി കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കണം, ആവശ്യമാകുന്ന ദൈവകൃപ നൽകണം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ രാത്രിയിൽ അങ്ങയുടെ ദാസനുടെ കേൾക്കുവാനും കർത്താവെ കേൾക്കുന്നവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് നന്മയ്ക്കും കാരണമായി തീരുവാനും ഇടയാക്കണമെന്ന് വീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാൻ വേണ്ട കൃപ പ്രിയപ്പെട്ടവർ നൽകി സഹായിക്കണം. കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർ ആ സമയം കൂട്ടിവരുത്തണം. അല്പസമയം അങ്ങയുടെ സന്നിധി സന്തോഷത്തോടെ ആയിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ധാരാളമായി നൽകി സഹായിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കൂടെ
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കേൾക്കുവാനും ഒരുമിച്ച് പാടുവാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എത്ര സത്യമാണ്. തുടർന്നും കർത്താവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ നമുക്കായിരിക്കാം. നാം തുടർന്ന് ദൈവവചനം ശ്രവിക്കാൻ പോവുകയാണല്ലോ. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് മണ്ണടിക്കോണത്തെ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് വൈശ്യദാസ് അവറുകളാണ്. തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു സുവിശേഷകനാണ്, ഒരു നല്ല പ്രഭാഷകനാണ്, പാട്ടുപാടുന്ന ഒരു സഹോദരനാണ്. അങ്ങനെ വിവിധമായ താലന്തുകളാൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണെന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത്. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടുകൂടെ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവും ഏകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യതയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിധത്തിൽ TBF എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന കൂട്ടായുടെ ബന്ധത്തിൽ നടന്നു വരുന്ന ഈ അനുഗ്രഹീതമായ ദൈവിക ശുശ്രൂഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലേക്കും അതിൽ കർത്താവേൽപ്പിച്ച ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാനുഷികമായ രീതിയിൽ നോക്കിയാൽ ഇതിന് യാതൊരു യോഗ്യതയും ഉള്ള വ്യക്തിയല്ല. കർത്താവിനെ കണ്ടു എന്നുള്ള ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ഈ ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനിടയായിത്തീരുന്ന ഏക കാര്യമെന്നുള്ളത്. ദൈവവചനത്തിൽ നിന്നും പറയുവാനും കേൾക്കുവാനുമൊക്കെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുവാൻ ധാരാളം പ്രിയപ്പെട്ടവരുടെ സ്ഥിരമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനൊരു പഠിതാവോ അല്ലെങ്കിൽ ആ വിധത്തിലൊരു ശേഷനായ വ്യക്തിയൊന്നല്ല. കർത്താവ് ദൈവകൃപയാൽ എൻ്റെ 18-ാം ദിവസത്തിൽ തൻ്റെ രക്തത്താൽ എന്നെ വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിലാക്കി തീർത്തു. ആ ഒരു അനുഗ്രഹീതമായ ശ്രേഷ്ഠ പദവിയാണ് ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ തൊക്കെ യോഗ്യതയുള്ളതിനാക്കി തീർത്തത്. കർത്താവ് ഞാൻ ഓർപ്പിച്ചല്ലോ 18-ാമത്തെ വയസ്സിലൊരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും ഏകനായി കർത്താവിനായി ജീവിക്കുവാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് കടന്നു വന്നു. 24-ാമത്തെ വയസ്സിൽ കർത്താവ് തൻ്റെ വേലയ്ക്കായി വിളിക്കുവാൻ ഇടയായി തീർന്നു. അന്നു മുതൽ ഇന്നുവരെയും ദൈവം വളരെ വിശ്വസ്തനായി എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്നു. നടത്തിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിത സാക്ഷ്യമൊന്നും മാത്രമല്ലല്ലോ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലെ സാക്ഷ്യം അതാണ്. ദൈവം നമ്മെ അറിഞ്ഞു, ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വിളിയാൽ നാം വേർതിരിക്കപ്പെട്ടു എന്നുള്ള ഏക കാരണമാണ് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുന്നിലുള്ള സമയം ഞാൻ ഓർക്കുകയാണ്. വളരെ ചുരുങ്ങിയ 10-40 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ഈ സന്ദേശത്തെ കേൾവിക്കായിട്ടുള്ളൂ. അതിനു മുമ്പായി ഞാൻ നിർത്തുവാൻ തൊക്കണം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാവേളയിൽ ഒരുമിച്ച് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ തൊക്കണം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മ നൽകിയ പ്രേരണ നൽകിയ ഒരു വിഷയം ആണ് പുറപ്പാട് പുസ്തകത്തിലുള്ളൊരു വാക്യം. ഞാനെൻ്റെ ചരിത്ര പശ്ചാത്തലമെല്ലാം നമുക്കറിയാവുന്നത് കൊണ്ടും സമയത്തിൻ്റെ ചുരുക്ക മുഖാന്തരവുമൊന്നും ആ ചരിത്ര ഭാഗങ്ങളിലേക്ക് വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ഇസ്രായേൽ മക്കൾ, ദൈവജനമാകുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുന്ന സന്ദർഭത്തെ ഓർപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സന്ദർഭത്തെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് 12 മുതലുള്ള അധ്യായം നമുക്കറിയാവുന്നതാണ്. പെസഹ എന്നുള്ള ആ അനുഗ്രഹീതമായിരിക്കുന്ന ദൗത്യം ഒരു പൂർത്തീകരിച്ചു. അതിന് ഓർമ്മ ഒരു ചെയ്യുവാൻ തൊക്കെയാണ് ദൈവകൽപ്പനയേറ്റു. ദൈവം വാഗ്ദത്വം ചെയ്ത കനാൻ എന്നറിയപ്പെടുന്ന ഭൗതികമായിരിക്കുന്ന ദേശമാണ് അവർ ലക്ഷ്യമാക്കി യാത്ര പോകുന്നത്.
ആ യാത്രയിൽ അവരെ നയിക്കുവാൻ തൊക്കെയാണ് രണ്ട് വ്യക്തികളുണ്ടല്ലോ, മോശയും പിന്നെ അഹരോൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട സമയങ്ങളിൽ അവിടെ മരുഭൂയാത്രയിൽ അവർ നേരിട്ട ഒട്ടനവധിയായ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണുവാൻ തൊക്കെയാണ് കഴിയും. എന്നാൽ വായിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമെന്നുള്ളത് ചെങ്കടലിൽ അക്കരെ കടക്കുക എന്നുള്ളതാണ്. ചെങ്കടലിൽ അക്കരെ പോവുക, അതുവഴിയാണ് ദൈവം അവരെ കൊണ്ടുപോയത്. എന്നാൽ ഈ യാത്രയിൽ അവർക്ക് നേരിട്ട ചില വിഷയങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണ്, അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത്, ചില കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഇന്ന് സന്ധ്യാവേളയിൽ പറഞ്ഞിരിക്കുവാൻ തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുവാൻ തൊക്കെയാണ് ആഗ്രഹിക്കുന്നു. ഞാനതിനെ വാക്യം വായിക്കാം. അതിൻ്റെ 18-ാമത്തെ വാക്യം. ചെങ്കടലിനരികെയുള്ള ഒരു മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ആ വാക്യം ഞാൻ അത്രയും മാത്രമേ വായിക്കുന്നു. ദൈവം ജനത്തെ ചുറ്റി നടത്തി എന്നുള്ള ഒരു പദം ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവം അവരെ തൻ്റെ ജനത്തെ ചുറ്റി നടത്തി എന്ന് നമ്മളെ ഭാഗത്ത് വായി. ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കുന്നുണ്ട്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തിൽ ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല എന്ന് വായിക്കും. 2:17-ലും 18-ഉം വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ദൈവം ആ ജനത്തെ അതിലെ കൊണ്ടുപോയില്ല, അഥവാ ഫെലിസ്ത്യ ദേശത്തൂടെ കൊണ്ടുപോയില്ല. രണ്ടാമത് ദൈവം അവരെ ചെങ്കടൽ വഴിയുള്ള ആ മരുഭൂമിയിലൂടെ ദൈവം അവരെന്ത് ചെയ്തു? ചുറ്റി നടത്തുവാനിടയായിട്ട് തീരുകയുണ്ടായി. ഞാനത് പറയാൻ തൊക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി ആയിരിക്കുന്ന വിഷയങ്ങളുണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ. അപ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും നാം അറിയാതെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ്, എനിക്കെന്തുകൊണ്ട് സംഭവിക്കുവാനിടയായിട്ട് തീർന്നു. അത് ഏതൊരു വിഷയമായിരിക്കാം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ജനത്തെ ദൈവം പ്രത്യേകമായൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രത്യേകം 10 ബാധകൾ അയക്കുമ്പോൾ ആ ബാധയുടെ കാര്യം ദൈവം മിസ്രൈമിൽ ചെയ്യുമ്പോൾ അവിടെ പറയുന്ന പ്രത്യേക പദം, എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ അവരെന്ത് ചെയ്യണം? വിട്ടയക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുക എന്നാണ് ഫറവോനോട് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ തൊക്കെ വിട്ടയക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യുവാനിടയായി തീർന്നത്. അങ്ങനെ ദൈവം അവരെ അവസാനമായിട്ട് ഈജിപ്തിൽ കടിഞ്ഞൂൽ സംഹാരം എന്നറിയപ്പെടുന്ന ബാധ അയച്ച് അത്ഭുതകരമായിട്ട് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാനിടയായി തീരുകയുണ്ടായി. വളരെ സന്തോഷപ്രദമായ ഒരു യാത്രയായിരുന്നു അവർക്ക് മുന്നോട്ട് നയിക്കുവാനിടയായി തീർന്നു. പക്ഷെ അവിടെ വായിക്കുന്നത്, ആ വഴി അവർ വന്ന സമയങ്ങളിൽ ദൈവം വരെ നേരെ അല്ലെങ്കിൽ വളരെ വേഗം എത്തുവാൻ തക്കോണമുള്ള വഴിയിലൂടെ കൊണ്ടുപോകാതെ അവരെ ചുറ്റി നടത്തുവാനിടയായിട്ട് തീർന്നെന്ന് വായിക്കും. അതിന് കാരണം 17-ാം വാക്യത്തിൽ പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 17-ാം വാക്യത്തിൽ ഫറവോൻ ജനത്തെ വിട്ടയ ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെ ഉള്ള വഴി അടുത്തു എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അവരെ അതിലെ കൊണ്ടുപോകാത്ത കാര്യം എന്താണ്? അവർ മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് സന്ധ്യവേള നാം ഓർക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ നേരിടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതം നന്നായി അറിയുന്ന വ്യക്തിയാണ്, അല്ലേ? 130-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്രഹിക്കുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്. മാത്രമല്ല നമ്മുടെ ചിന്തകൾ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥ യഥാർത്ഥമായിട്ട് അറിയുന്ന ദൈവമാണ്. ആകിയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ കോണമാണെന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്.
നമ്മൾ റോമാലേഖനം 8-28 വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം അല്ലേ, സ്നേഹിക്കുന്നവർക്ക് വിളിക്കപ്പെട്ടത് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം എന്ത് ചെയ്യുന്നു, അറിയുന്നു. അപ്പം ദൈവം ചെയ്യുന്ന ഏതൊരു കാര്യവും അതിൻ്റെ പിന്നിൽ ഒരു നന്മ ഉണ്ട് എന്ന് കാണുവാണ്ടൊക്കെ കഴിയും. ഞാൻ ആ ഭാഗം അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ജനത്തെ ചുറ്റി നടത്തുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ കണ്ടെത്തുവാൻ ഇടിയായിത്തീരണം. അതാണ് ആ പ്രവൃത്തിയുടെ കാരണമെന്ന് കാണുവാണ്ടൊക്കെ. ഇന്ന് രാത്രിയിൽ ഞാൻ ആ വിഷയം ഇങ്ങനെ പറയട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം നേരിടുന്ന ഏതൊരു വിഷയത്തിലും എന്താണ് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കണം. അവരാ വഴിയെ കൊണ്ടുപോകാത്തത്, അതുപോലെ അവരെ സമുദ്രത്തിൻ്റെ നടുവിലൂടെ കടത്തുവാൻ തക്കോണം അവരെ ആ മരുഭൂമി യാത്രയിലൂടെ ചുറ്റി നടത്തുവാൻ ഇടയായി തീർന്നത് ഭാവിയിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം ചെയ്യുവാൻ തക്കോണമുള്ളത് കൊണ്ടാണ് എന്ന കാര്യം നാം ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഞാനിത് പറയുമ്പോൾ ദൈവം ഈ കാര്യം ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് അവരെ ദൈവം ചുറ്റി നടത്തുവാൻ ഇടയായി തീർന്നു എന്ന് പറയുമ്പോൾ ഈ സാഹചര്യങ്ങളിൽ ദൈവം അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് പറയുന്നു. അവരിങ്ങനെ ചുറ്റി നടക്കുവാൻ ഇടയായി തീർന്നു. അവരെ ദൈവം അവരാഗ്രഹിക്കാത്ത വഴിയിലൂടെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ ആ ഭാഗം നോക്കാം. 13-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രതികൂലമായിരിക്കുന്ന യാത്ര അല്ലെങ്കിൽ ഈ മരുഭൂ യാത്രയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 13-21 വായിക്കുന്ന എന്താണ്, അവിടെ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യം, അവൻ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പായിട്ട് യഹോവ അവർക്ക് മുമ്പായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന് മുമ്പിൽ നിന്ന് മാറിയതും ഇല്ല. ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം ഈ മരുഭൂമിയിലൂടെ ചുറ്റി നടത്തുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പായി അല്ലെങ്കിൽ അവർ പോകുന്ന വഴിക്ക് മുമ്പായിട്ട് ആര് പോവുകയാണ്, യഹോവ എന്ത് ചെയ്യുന്നു, പോകും. ഈ ജനം പ്രതികൂലങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ കഷ്ടതയേറിയ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുമ്പായിട്ട് അവരെ വഴി കാണിക്കുവാൻ തക്കവണ്ണം യഹോവ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പായിട്ട് എന്ത് ചെയ്തു, പൊയ്ക്കൊണ്ടിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തർ നേരിടുന്ന ഏതൊരു വിഷയങ്ങളും ആ വിഷയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള അനുകൂലമായ പാത ആരൊരുക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. പകൽ മേഘസ്തംഭത്തിൽ അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്കെന്താണ്, അവർക്ക് അവിടെ എന്ത് ചെയ്തു എന്ന് വായിക്കുന്നത്, അവർക്ക് വെളിച്ചം കാണുമല്ലേ, പകൽ മേഘസ്തംഭത്തിൽ വഴി കാണിച്ചു തരുവാൻ, ഇനി രാത്രി അഗ്നിസ്തംഭത്തിൽ എന്താണ്, വെളിച്ചം നൽകുവാൻ തക്കവണ്ണമാണ്. അപ്പോൾ അവിടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കുന്ന വേളകളിൽ അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി നൽകുവാൻ, അവരുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഉള്ള വഴികാട്ടിയായിട്ട് യഹോവയായ ദൈവം പകലും രാത്രിയും അവർക്ക് മുമ്പായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ വൈകവേളയിൽ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ നമുക്ക് മുമ്പായി നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ പോകുന്ന വഴികൾ അനുകൂലമാക്കി നൽകുന്നുവെന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അവിടെ മേഘസ്തംഭം അവർ കാണുന്നുണ്ടല്ലേ, അതുപോലെ അഗ്നിസ്തംഭം എന്ത് ചെയ്യുന്നു, കാണുന്നു. അഗ്നിസ്തംഭവും മേഘസ്തംഭവും കാണുന്നു. പക്ഷെ ഇവിടെ വായിക്കുന്നത് ആ അഗ്നിസ്തംഭവും മേഘസ്തംഭവും എന്താണ്, അതിൽ ആരാ യാത്ര ചെയ്യുന്നത്, ദൈവമാണ് യാത്ര. അവർക്ക് മേഘസ്തംഭം കാണുന്നുണ്ട്. ചൂടേറിയ മരിയാത്രയിൽ അവർ തളർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം എത്രയോ സുരക്ഷിതമായിട്ടല്ല, എത്രയോ സന്തോഷപ്രദമായിട്ട് ആശ്വാസപ്രദമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, നടത്തിക്കൊണ്ടു പോകുന്ന കാണുമെന്നൊക്കെ അവർക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. രാത്രിയിൽ കൂരുരുട്ടേറിയ അനുഭവങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് വന്നൊക്കെ വഴിയറിയാതിരിക്കുമ്പോൾ, നമുക്കറിയാമല്ലോ മരുഭൂമി യാത്ര എന്നറിയപ്പെടുന്നത് ലക്ഷ്യമില്ലാത്ത വഴിയറിയുവാൻ കഴിയാതെ വന്ന യാത്രയാണ്. ആ യാത്രയിൽ അവർക്ക് വെളിച്ചം നൽകുവാൻ തക്കവണ്ണം അതേ വെളിച്ചമായി അവനെന്ത് ചെയ്യുന്നു, ആ അഗ്നിസ്തംഭത്തിൽ യാത്ര ചെയ്യുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവം അവർക്ക് മുമ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് വായിക്കുന്നത് പോലെ അല്ലേ, പരീക്ഷയോടുകൂടെ
നീക്ക് വഴിയും വരുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുന്ന കാരണം നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടൊരു കർത്താവാണ് നമുക്കുള്ളെന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് നമുക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു എന്ന് കാണുവാനൊക്കെ കൊണ്ട് കഴിയുന്നു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വഴി കാണിക്കുവാൻ എന്നാണ്, അല്ലേ? വഴി കാണിക്കുവാൻ. ഈ എന്തിനാണ് ഇസ്രായേലിന് വഴി കാണിക്കുവാൻ? ഇതൊരു ആത്മീയമായ കാര്യം വെളിപ്പെടുത്തുക. ഒരു ദൈവബലം സംബന്ധിച്ച് യഥാർത്ഥമായിട്ട് വഴി കാണിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. കാരണം ക്രിസ്തു മാത്രമാണ് യഥാർത്ഥമായിരിക്കുന്ന വഴി. ഇനി ലോകത്തിലേക്ക് നോക്കാം, മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യുന്നു? യഥാർത്ഥമായ വഴി തേടിപ്പോകുന്നവരാണ്. വഴി കാണാതെ അലയുന്ന പതിതരായിട്ട് ജീവിക്കുന്ന കാണുവാൻ കൊണ്ട് കഴിയുന്നു. എന്നാൽ അവരാഗ്രഹിക്കുന്ന, ദൈവമേ യഥാർത്ഥമായിരിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ, അല്ലേ? ശരിയായിരിക്കുന്ന പാതന് കാണിച്ച്. യേശു ക്രിസ്തുവാണ് ലോകത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് പറയുവാനായിട്ട് യേശു ക്രിസ്തു മാത്രമാണ്, അല്ലേ? അതുപോലെ യഥാർത്ഥ വഴിയറിയാത്തവർക്ക് വഴി കാണിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തിരികുണ്ടായി. ഇനി നമുക്കറിയാമല്ലോ, അവിടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാത്രിയിൽ വെളിച്ചം നൽകിയെന്ന് കാണുന്നു. വെളിച്ചം നൽകുവാൻ അവൻ അഗ്നിസ്തംഭത്തിൽ കൂടി ഇരിക്കുവാൻ ഇടയായി തിരികുണ്ടായി. അപ്പോൾ വെളിച്ചം നൽകുക എന്ന് പറഞ്ഞാൽ ഇരുളറിഞ്ഞിരിക്കുന്ന ജീവിതത്തിന് വെളിച്ചം നൽകുവാൻ കഴിവുള്ള കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു തന്നെ പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്ന എങ്ങനെയാണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിക്കും, അത് വിശ്വാസിയായിരുന്നാലും ദൈവത്തെ അറിയാത്തവരായിരുന്നാലും, അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന വെളിച്ചം നൽകുവാൻ കഴിവുള്ള ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദമാണല്ലേ? ലോകത്തിലെ മനുഷ്യൻ ചോദിച്ചു, ദൈവമേ എന്നെ എന്ത് ചെയ്യണം? ഞാൻ ഇരുട്ടിലാണ്, എന്നെ എന്ത് വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യണം? നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ വഴിയറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ്, യഥാർത്ഥമായി വഴി കാണിക്കണമെന്നാണ് ലോകജനം ചോദിച്ചത്. യേശു ക്രിസ്തു അവകാശപ്പെടുകയാണ്, ഞാനാണ് എന്ത്? ലോകത്തിൻ്റെ വെളിച്ചം, ഞാനാണ് യഥാർത്ഥമായിരിക്കുന്ന വഴി. ഇന്ന് രാത്രികാലം ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാതിരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വഴി, യഥാർത്ഥമായ സത്യവഴി, സത്യവെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കി തീർക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവാണ്. താനാണ് ലോകത്തിന് വെളിച്ചമെന്ന് കാണുവാൻ കൊണ്ട് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലാണ് സംഭവിച്ചത്. നാമും ഇതുപോലെ ലോകത്തിന് വഴിയറിയാതെ ലക്ഷ്യമില്ലാതെ വണ്ണം യാത്ര ചെയ്തവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന യഥാർത്ഥമായ വഴിയിലേക്ക് കണ്ടെത്തുവാനെടുത്ത ഭാഗ്യം നമ്മിൽ ലഭിച്ചു. മറ്റൊരു കാര്യം, നാം ഇരുളിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന അത്ഭുത വെളിച്ചം നമ്മളിലേക്ക് പ്രവഹിച്ചപ്പോൾ ആ വെളിച്ചത്തിൽ നാം എന്ത് ചെയ്തു? നമ്മുടെ അന്ധത നീങ്ങി, നമ്മുടെ ഇരുൾ നീങ്ങി, നാം വെളിച്ചമുള്ളവരായി തീരുവാനിടയായി തിരികൊണ്ടായി. ഇങ്ങനെ ഇസ്രായേൽ സംബന്ധിച്ചും അവരുടെ ഇരുളറിഞ്ഞ ജീവിതാനുഭവങ്ങളിൽ അവരെ വിട്ടുപോയതല്ല കർത്താവ്. പിന്നെന്താണ്? അവരുടെ ജീവിതത്തിൽ മുമ്പിലായി അവർക്ക് വഴി കാണിക്കുവാൻ, അവർക്ക് തണലേകുവാൻ തൊക്കണം യഹോവയായ ദൈവം അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും അവർക്ക് മുന്നിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്ന് കാണുവാൻ തൊക്കണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവം അതാണ് ചെയ്യുന്നത്. നമ്മെ ഒരിക്കലും രക്ഷിച്ചിട്ട് കൈവിട്ട് കളയുന്ന കർത്താവല്ല, വഴിയിൽ വിട്ടുകളഞ്ഞു പോകുന്ന വ്യക്തിയല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ നമ്മളെ പരിപാലിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ കഷ്ടത അറിഞ്ഞുകൊണ്ട് നമ്മളെ പരിഹാരം നൽകുവാൻ നമ്മോട് കൂടെ ഉള്ള, അഥവാ നമുക്ക് വഴിയൊരുക്കുന്ന ദൈവമായിട്ടാണ് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഇനി നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ആ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 18-ന്റെ 13-ന്റെ 32-ാമത്തെ വാക്യത്തിലാണ്, 22-ാം വാക്യം, അവസാന വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതും ഇല്ല എന്ന ഭാഗത്ത് വായിക്കും. മാറിയതുമില്ല. മുമ്പിൽ യാത്ര ചെയ്യുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്തു? ആ യഹോവ ദൈവം അവരെ വിട്ട് മാറിയില്ല എന്നാണ്. മാറിയില്ല. അത് അത്ഭുതമായിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥമായി നമുക്കറിയാം, ലോകത്തിലെ മനുഷ്യർ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഒരു പരിധിവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ വ്യക്തിയെ സഹായിക്കുമെന്നൊക്കെ കൊണ്ട് മുന്നിൽ നിൽക്കാറുണ്ട്. പിന്നെ അവർ പറയും, അവസാനം പറയുന്നതാണ്, എനിക്ക് എന്നെ കൊണ്ട് എന്നാൽ കഴിയുന്ന ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് മാറാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് നോക്കുക, അവർ ഏത് സ്ഥലം വരെയാണ് പോകേണ്ടത് അതുവരെ അവർക്ക് മുമ്പായി യാത്ര ചെയ്ത ദൈവം എന്ത് ചെയ്തില്ല? അവരെ വിട്ട് മാറിയില്ല എന്നുള്ള വാക്കാണ് അതൊക്കെ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദാവീദ് രാജാവ് 23-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞൊരു വാക്യം നമുക്കറിയാമല്ലോ. എന്താണ്? കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. കാര്യം എന്താണ്? അങ്ങ്, അല്ലെങ്കിൽ നീ എന്നോടുകൂടെ. അപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം, അല്ലേ? ജീവിതത്തിൽ കൂരിരുണ്ട അനുഭവത്തിലൂടെ കടന്നു പോകുവാനിടയിത്തീരുന്ന വേളകളൊക്കെ നമുക്കുണ്ടല്ലോ.
നമ്മൾക്ക് അനുഭവിച്ചവരായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയെത്തുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ അടഞ്ഞ പാതകളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയെത്തിരികൊണ്ടായി. ആ കൂരിരുട്ടിലൂടെയും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയെത്തിരികൊണ്ടായി. ഇവിടെ വായിക്കുന്നത് അങ്ങനെ കടന്നു പോകേണ്ടി വരും. വേറൊരു ഭാഗത്ത് വായിക്കുന്ന മരണം നേരിടന് താഴെ വരെ എന്നാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകേണ്ടി വരുമ്പോഴും ഒരിക്കലും ദൈവം നമ്മളെ വിട്ടുകളയുന്നവനല്ല, ഉപേക്ഷിച്ച് പോകുന്നവനല്ല. പിന്നെ എന്താണ്? നമ്മെ നടത്തുന്ന പരിപാലിക്കുന്ന കർത്താവായിട്ട് കാണുവാൻ കഴിയുന്നു. 40-ാം സങ്കീർത്തനത്തിൽ യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായത്തിലെ ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ. യെശയ്യാവ് 40-ന്റെ 11-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ ഒരു ഇടയനെ പോലെ പരിപാലിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 40-ാമത്തെ അധ്യായം യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ ഭാഗം വായിക്കുന്നത്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. നോക്കുക, ദൈവം തൻ്റെ ജനത്തെ നടത്തുന്ന വഴിയെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? ഒരു ഇടയനെ പോലെ അവൻ നടത്തുവാനിടയായിത്തീരുന്നു. അവിടെ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുന്നു, തള്ളകൾ എന്ത് ചെയ്യുന്നു? പതുക്കെ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ അറിയാവുന്ന ഒരേ ഒരു ഇടയന കർത്താവായിരിക്കുന്ന ദൈവം. നമ്മൾ കുഞ്ഞാടുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞാടുകളായിരിക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയി യഹോവ ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ കുഞ്ഞാടുകളെ പരിപാലിക്കുന്നത് പോലെ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ മാറോടണച്ച് ആശ്ലേഷിക്കുന്നത് പോലെ, ആശ്വസിപ്പിക്കുന്നത് പോലെ പല സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് കൊണ്ടൊക്കെ കഴിയും. തള്ളയാടുകളെ ജീവിതത്തിൽ ഒരു ആത്മീയജീവിതത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കാം, വർഷങ്ങളായി ജീവിതത്തിൽ അവർക്കും എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും തളർന്നു പോകുമ്പോൾ എന്താണ്? അവൻ പതിയെ നടത്തി തലോടി ആശ്വസിപ്പിച്ച് എന്തെവിടെയാണ് വീടെത്തിക്കുന്നവരെ കൊണ്ട് നടക്കുന്ന ഒരിടയനായിട്ടാണ് കർത്താവിനെ. അപ്പം നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായിട്ട് അറിയുന്ന, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന യഥാർത്ഥ ദൈവം നമ്മുടെ സ്ഥിതി അനുസരിച്ചാണ് ദൈവം നമ്മളെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ലെന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വേറെ ഭാഗത്തിന് വായിക്കുന്നുണ്ടല്ലോ, അവർ നടത്തിയ വിധങ്ങളെക്കുറിച്ച് വായിക്കുന്ന 107-ാം സങ്കീർത്തനത്തിൽ ദൈവം ഒരു ഇടയനെ പോലെ നടത്തുമ്പോൾ ആ ജനത്തെ എങ്ങനെയാണ് നടത്തുന്നു എന്ന് ആ ഭാഗത്ത് വായിക്കുന്നു. 107-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതെ, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ എന്ത് ചെയ്തു? നടത്തിയെന്ന്. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വഴി, അല്ലേ, തൻ്റെ വഴിയിലൂടെ അവൻ നടത്തുവാനിടയിത്തീരുന്നു. ചൊവ്വയുള്ള വഴിയിൽ തൻ്റെ ജനത്തെ എങ്ങനെയാണ് നടത്തുന്നത് ദൈവത്തിനറിയാം. ഒരിടയനെ പോലെ നടത്തുന്ന യഹോവ ദൈവത്തെയാണ് കാണുന്നത്. ചൊവ്വയുള്ള വഴിയിൽ, നേരായിരിക്കുന്ന വഴിയിലാണ് ദൈവം നമ്മെ നടത്തുന്നെന്ന് കാണുവാൻ കഴിയുന്നു. വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിലാണ് ഈ ഇസ്രായേൽ ജനത്തെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. ആ നെഹമ്യാവിൻ്റെ പുസ്തകം അതിന് 9-ാം അധ്യായം 21-ാം വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നുണ്ട്. 21-ാം വാക്യം 9-21 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ നീ അവർക്ക് 40 സംവത്സരം അവരെ മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. നോക്കണേ, ദൈവം നടത്തിയപ്പോൾ അവർക്ക് എന്തില്ല? ഒന്നിനും കുറവുണ്ടായില്ല എന്നാണ്. ദാവീദ് പറയുന്നത് എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറയുന്നത് പോലെ ദൈവം 40 വർഷക്കാലം നടത്തുവാനിടയിൽ. ഞാൻ ചിന്തിച്ചു, ദൈവം നടത്തിയപ്പോൾ 40 വർഷക്കാലം അവിടെ കാലിൽ ചെരുപ്പ് എന്ത് ചെയ്തില്ല, കീറിപ്പോലെ നഷ്ടപ്പെട്ടു പോയില്ല. ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്കറിയാം, നമ്മളതിന് ഓരോ ദിവസവും ഓരോ വർഷം കഴിയും തോറും എന്ത് ചെയ്യും? ചെരുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്, അല്ലേ? വസ്ത്രം മാറ്റി. പക്ഷേ അവർക്കൊന്നും മാറേണ്ടി വന്നില്ല. 40 വർഷക്കാലം ദൈവം അവരെ എത്രയോ അത്ഭുതകരമായി നടത്തുവാൻ, ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തി. അപ്പോൾ ജീവിതത്തിൽ തൻ്റെ മക്കളെ ദൈവം അത്ഭുതകരമായി നടത്തുന്ന കാര്യം ഓർക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഏതുവരെയാണ് ദൈവം എത്തിക്കുവാൻ വിളിച്ച ദൈവം അവൻ വാഗ്ദത്തം ചെയ്തു. ആരോടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സാഹചര്യം വിശദീകരിക്കുന്നില്ല. അബ്രഹാമിനോട് ഈ വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പോൾ ആ വലിയൊരു ജാതിയാക്കുമെന്നുള്ള വാക്കിന് പ്രകാരമാണല്ലോ മിസ്രൈമിൽ നിന്ന് വെച്ച് 6 ലക്ഷം പുരുഷന്മാരുൾപ്പെടെയുള്ള വളരെ വലിയൊരു ജനസമൂഹത്തെ യാത്ര ചെയ്യിച്ചുകൊണ്ട് ദൈവം നടത്തി പോകുന്നു. അപ്പോൾ ആ മരുഭൂമിയിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു ദൈവർക്ക് നൽകുവാനിടയായി തിരികൊണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാമും ഈ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നാൾ തളർന്നു പോകേണ്ട ആവശ്യം. പിന്നെ എന്താണ്? ദൈവം നമ്മളെ നേരായിരിക്കുന്ന വഴിയിലൂടെ എന്ത് ചെയ്യുന്നു?
നടത്തിക്കൊണ്ട് പോകും. നമ്മൾ പലപ്പോൾ ചിന്തിക്കുന്നതാണ്, അയ്യോ ഞാൻ ഈ പോകുന്ന കഷ്ടതകളുടെ അത് ദൈവം ഇഷ്ടമില്ലാത്ത വഴിയിലാണ് നടത്തുന്നത്. അല്ല പ്രിയപ്പെട്ടവർ, നാം അങ്ങനെ പോകുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ നടത്തുന്നതെന്ന് കാണുമെന്ന് കൊണ്ട് കഴിയുന്നു. നമ്മളൊരു കൈവിട്ട് കളയുന്ന വ്യക്തിയല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂരിരുളിലും അതുപോലെ കഷ്ടതയിലുമൊക്കെ നമ്മോട് കൂടെ ഒരു പക്ഷേ നമ്മൾക്ക് മുമ്പായിട്ട് അവൻ നമുക്ക് വേണ്ടി നേരായിരിക്കുന്ന വഴി ഒരുക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുവാൻ കഴിയുന്നത് നമ്മളെ ഭാഗത്ത് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയും. ഇനി മറ്റൊരു കാര്യം അവർക്ക് വേണ്ടി ചെയ്ത കാര്യം പറയുന്നുണ്ട്. നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് പോകാം. അവിടെ ഒന്ന്, യഹോവ ദൈവം അവർക്ക് മുമ്പായിട്ട് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിൽ അവർക്ക് കൊണ്ടിരുന്ന് വായിക്കുന്നു. 22-ാം വാക്യം വായിച്ചത് യഹോവ വിട്ട് മാറിയതും ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവസാനം വരെ ആരവരോട് ഉണ്ടായിരുന്നു, യഹോവ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുമെന്ന് കൊണ്ട് കഴിയും. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് 14-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, അതിൻ്റെ അവസാന ഭാഗമാണ്. 14 20-ാമത്തെ വാക്യം അവസാനം അങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനത് മൊത്തം വായിക്കാം. രാത്രി മുഴുവനും ഇസ്രായേൽ മക്കളുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു എന്ന ആ വാക്ക് എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വാക്കാണ്. എൻ്റെ ജീവിതത്തെ വളരെയധികം എന്ത് ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു എന്നാണ്. രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു എന്നാണ് അല്ലേ. ഞാനത് ചിന്തിച്ചു, കർത്താവ് എന്താ അങ്ങനെ ചെയ്തത്? രാത്രിയെ പ്രകാശമാക്കാൻ കഴിയും. ആ വാക്ക് അവിടെ പറഞ്ഞ അവരുടെ ശത്രു അടുത്ത് വരികയാണ്. അടുത്ത് വന്ന് വരെ ആക്രമിക്കാതിരിക്കുവാൻ തക്കോണം ഇസ്രായേൽ ജനത്തിന് പ്രകാശം നൽകുന്നു. മറ്റവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഇരുട്ട് അടുത്ത് വരാതിരിക്കുക. ഒരു മേഘത്തിൻ്റെ മറവിലാണ് നിൽക്കുന്നത് അല്ലേ. ആ മേഘം മാറിയാൽ എന്ത് ചെയ്യും? ശത്രു ആരെ കീഴ്പ്പെടുത്തും? ഇസ്രായേൽ ജനത്തെ കീഴ്പ്പെടുത്തും. അവിടെ വായിക്കുന്നത് അവർക്ക് ദൈവം രാത്രി എന്തായി കൊടുത്തു? പ്രകാശമാക്കി, അഥവാ വെളിച്ചമാക്കി നൽകുവാനിടയായി തിരികുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനെന്തിന് ഈ സന്ധ്യാവേളയിൽ പറയട്ടെ, ജീവിതത്തിൽ ഈ രാത്രിയെ പ്രകാശമാക്കുവാൻ, അല്ലെങ്കിൽ രാത്രിയുടെ കൂരുളേറുന്ന വേളകളെ എന്താണ് അത് സന്തോഷപ്രദമാക്കി മാറ്റുവാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ രാത്രിയുടെ അനുഭവം മാറ്റി തരണം, എൻ്റെ കൂരിട്ട് അനുഭവം മാറ്റിത്തരണം, എൻ്റെ കഷ്ടത മാറ്റിത്തരണം, എൻ്റെ വേദന മാറ്റിത്തരണം, എൻ്റെ പ്രതികൂലങ്ങൾ മാറ്റിത്തരണം, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം എന്താ ചെയ്തത്? അവർ രാത്രിയെ മാറ്റിയെന്നല്ല വായിക്കുന്നു. പിന്നെ എന്ത് ചെയ്തു? ആ രാത്രി അവരെന്ത് ചെയ്തു? അവർക്ക് പ്രകാശമാക്കി വെളിച്ചമായി കൊടുത്തു. അത്രയും വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവർ. ആ പ്രശ്നം അവർക്ക് എന്ത് ചെയ്തു? അത് അവർക്കൊരു അനുകൂലമായ സാഹചര്യമായിട്ട് ഒരുക്കിയെന്ന് വായിക്കുമെന്ന് കൊണ്ട് കഴിയുന്നു. ഇതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ആമോസിൻ്റെ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം 5-8 വായിക്കുന്നത് ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ്. ആമോസിൻ്റെ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: കാർത്തികയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിന് രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവൻ അന്വേഷിപ്പിൻ. മുകളിൽ പറഞ്ഞിരിക്കുന്നത് അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിന് രാത്രിയാക്കി ഇരുട്ടുകയും ചെയ്യുന്ന വ്യക്തി അന്വേഷിക്കുക. ആരാ? അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നാമം എന്നാണ്, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ രാത്രിയെ പ്രകാശമാക്കണമെങ്കിൽ, അന്ധകാരത്തെ അല്ലേ അത് മാറ്റി വെളിച്ചമുള്ളത്തെ തീർക്കണമെങ്കിൽ അത് മാറ്റുവാൻ കഴിയുള്ളൂ. ആര് മാത്രമേ ഉള്ളൂ എന്നാണ്? യഹോവ ദൈവം മാത്രമേ. അപ്പം ദൈവത്തിന് മാത്രമേ ഈ കാര്യം ചെയ്യാൻ തക്കോണം കഴിയുള്ളൂ. ഇരുട്ട് മാറ്റുവാൻ ഒരു പക്ഷേ ലോകത്തിൽ മനുഷ്യൻ കഴിയും. അല്ല, അവർ കഷ്ടത മാറ്റാൻ എന്ത് ചെയ്യും? എൻ്റെ അടുക്ക വന്നാൽ മതിയെന്ന് പറയല്ലേ. രോഗം മാറണോ? ഞങ്ങളുടെ അടുക്കവാ. ബുദ്ധിമുട്ട് മാറണോ? ഞങ്ങളുടെ അടുക്കവാ. പ്രയാസം മാറണോ? ഞങ്ങളുടെ അടുക്കവാ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെടുത്താ പോകേണ്ടത്? അല്ലേ, നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണല്ലോ, നമ്മൾ പ്രയാസം അനുഭവിക്കുന്നവരാണല്ലോ, നമ്മൾ വിവിധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ, കഷ്ടത അനുഭവിക്കുന്നവരാണല്ലോ, നീറുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാണല്ലോ. എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമുക്കതൊന്നും ദൈവം മാറ്റി തന്നിട്ടില്ല. എല്ലാം മാറ്റി. പക്ഷെ എന്താണ്? ആ പ്രതികൂലങ്ങളിൽ, ആ കഷ്ടതകളിൽ, ആ രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അതിജീവിക്കുവാനുള്ള ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. അതാണ് ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം. ഇരുട്ടിനെ അല്ലേ, അന്ധകാരത്തെ എന്ത് ചെയ്യുന്നു? പ്രകാശപൂർണമാക്കി തീർക്കുന്നു. ആ കാര്യം ജീവൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ദൈവത്തിന് മാത്രമേ. ഇവിടെ വായിക്കുന്നത്
ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വേണം. ഏൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ദൈവം എന്ത് ചെയ്യുന്നത്? ഏൽപ്പിക്കാതെ അവർ ദൈവം സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുവാൻ തൊക്കണം. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ്? ഇരുടിനെ വെളിച്ചമാക്കൽ, അന്ധകാരത്തെ പ്രകാശമാക്കി തീർത്തു എന്ന് കാണുവാൻ തൊക്കണം കഴിയും. അപ്പോൾ അന്ധതമസ്സിനെ പ്രകാശമാക്കി മാറ്റുന്ന അന്വേഷിപ്പിൻ യഹോവ എന്നാകുന്നതിൻ്റെ നാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പ്രയാസങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കഷ്ടത മാറുവാൻ തൊക്കണം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, കഷ്ടത മാറുവാനല്ല, പിന്നെയോ അത് സഹിക്കുവാനുള്ള കൃപ തരുവാൻ തൊക്കണം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാനായിട്ട്. പൗലോസ് ജീവിതം നമുക്കറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. കഷ്ടത അല്ലെ തൻ്റെ ജീവിതത്തിലെ ജഡത്തിലെ ശൂലം മാറുവാൻ തൊക്കണം യഹോവേ ദൈവത്തോട് കർത്താവിനോട് 3 വട്ടം എന്തി അപേക്ഷിക്കുവാൻ ഇടയായി തീർന്നു. മറുപടി എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. അപ്പോൾ ആ കഷ്ടതയിൽ, അല്ലെങ്കിൽ ആ രോഗത്തിൽ, ആ പ്രയാസങ്ങളിൽ താൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനായി തീർന്ന കാര്യം എന്താണ്? ഇരുട്ടിൽ മേൽ വ്യാപരിച്ച വെളിച്ചമാണ്, അല്ലെങ്കിൽ തൻ്റെ ഇരുടിനെ, അന്ധകാരത്തെ പ്രകാശപൂർണ്ണമാക്കി ദൈവം മാറ്റുവാനിടയായിട്ട് തീരുകയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപയ്ക്കായി നാം ദൈവസന്നിധിയിലേക്ക് പോകുവാൻ ഇടയായി തരണം. 1-2 ഉദാഹരണം നമുക്കറിയാവുന്നതാണല്ലോ. ഒന്നാമതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് അവിടെ വായിക്കുന്നത്. 22 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ പൗലോസും ശീലാസും എവിടെ കിടക്കുക? കാരാഗൃഹത്തിൽ കിടക്കുന്നു. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കാരാഗൃഹത്തിൽ അല്ലേ കരങ്ങളും കാലുകളും ആമത്തിലിട്ടൽ ചങ്ങലാളെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് എന്താണ്? പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. വായിക്കുന്നത്, അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി എന്ത് ചെയ്തു? സ്തുതിച്ചു. ചങ്ങലകളെ, ചിഞ്ചിലങ്ങളല്ലേ, ഞാൻ ചിന്തിക്കായിരുന്നു, അവരുടെ കരങ്ങളിൽ അല്ലേ ഉണ്ടായിരുന്ന കരങ്ങളിലുള്ള ചങ്ങലകൾ എന്ത് ചെയ്തു? അവർ പരസ്പരം എന്ത് ചെയ്തു? തമ്മിൽ എന്ത് ചെയ്യുന്നു? അത് അന്യോന്യം മുട്ടിക്കാണ്. നമ്മളിപ്പോൾ ചിലങ്ക വായിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ അവരെന്ത് ചെയ്തു? ആ ചങ്ങലകളായിരുന്നു അവിടെ ഗാനത്തിന് ആവശ്യമായിരിക്കുന്ന പിൻബലം നൽകുവാനിടയത്ത്. ചങ്ങലകളെ എന്ത് ചിഞ്ചിലങ്ങളെ മാറ്റുവാനിടയത്തെന്നാണ്. ചങ്ങല ദൈവം പൊട്ടിച്ചു കൊടുത്തല്ല, പിന്നെന്താണ്? ആ ചങ്ങലകളോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുകയുണ്ടായി. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ വായിക്കുന്ന ആര്യൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ അറിയാവുന്ന സംഭവമാണ്. തീച്ചൂളയിലെ ആ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തീച്ചൂളയിൽ കടത്താതെ അല്ല ദൈവം വിടുവിച്ചത്, പിന്നെ എന്താണ്? ആ തീച്ചൂളയിൽ തീയുടെ ബലം കെടുത്ത് ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. ഇരുട്ട് മാറ്റുകയല്ല, പ്രശ്നങ്ങൾ മാറ്റി. പിന്നെ എന്ത് ചെയ്തു? ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം അവർക്ക് എന്ത് ചെയ്തു? നൽകി. ആ പ്രതികൂലങ്ങളിൽ തളർന്നു പോകാത്ത എന്താണ്? അവരോടുകൂടെ ആരുണ്ടായിരുന്നു? സ്വർഗത്തിലെ ദൈവം ഉണ്ടായിരുന്നു കാണുമെന്ന് തുടങ്ങുക. ദാനിയേലിനെ നമുക്കറിയാമല്ലോ, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് അല്ലേ ദിവസങ്ങളായിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്ന ആ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എന്ത് ചെയ്തു? വലിച്ചെറിയുവാനിടയിത്തിരികൊണ്ടായി. കേവലം ദൈവം രക്ഷിച്ചില്ല. എങ്ങനെ രക്ഷിച്ചില്ല? സിംഹത്തിൻ്റെ കുഴിയിൽ വിടാതെ രക്ഷിച്ചില്ല. എന്താണ്? ദൈവം ആ സൃഷ്ടിച്ച മൃഗങ്ങളുടെ അഥവാ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അത്ഭുതമായി അവരെ രക്ഷിച്ചു കാണുമെന്ന് കൊണ്ടുക. അപ്പം പ്രതികൂലങ്ങളെ മാറുവാൻ തൊക്കണമല്ലോ. പിന്നെന്താണ്? പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ തൊക്കണം ഇടയായിത്തീരും. ദൈവികമായ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയിൽ. ഇതിൽ ചില ഗുണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടെന്നുള്ള. കാരാഗൃഹപ്രമാണിയും അവിടെ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നെന്ത് ചെയ്തു? അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എന്താ ഫലമുണ്ടായി? അവിടെ ആദ്യം ആ കാരാഗ്രഹ പ്രമാണി കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? രക്ഷയിലേക്ക് കൊണ്ടുപോരുവാനിടയായിത്തീരുണ്ടായി അല്ലേ. നോക്കണേ, ദൈവം നമ്മൾ ചിന്തിക്കുന്നത്, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും അയ്യോ ദൈവം നിലവിളി. പക്ഷെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ട്. ചില കുടുംബത്തെ രക്ഷിക്കുവാനിടയായിത്തീരുണ്ടായി. ഇന്ന് നമുക്കറിയാമോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവിടെ തീയിലിട്ടു, ദൈവം വിടുവിച്ചു. ആ രാജാവ് പറഞ്ഞത് എന്താണ്? അല്ലയോ, നിങ്ങളുടെ ദൈവത്തെ പോലെ വേറെ ദൈവവും ഇല്ല. അപ്പോൾ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. അതുപോലെ ദാനിയേലിന്റെ ജീവിതത്തെ സംഭവിച്ചതാണ്. ദാനിയേലിന്റെ ദൈവത്തെ പോലെ വേറെ ദൈവവും ഇല്ല. അപ്പോൾ രാജാക്കന്മാർക്ക് പോലും എന്താണ്? ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ അത് കാരണമായി തീരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്? അതിൻ്റെ പിന്നെ നമുക്ക് ദൈവകൃപ വ്യാപരിക്കുവാൻ ഇടയായിത്തീരുകയും നമ്മുടെ ജീവിതം ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുകയും ചെയ്യുക മാത്രമല്ല, ചില ബലങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ ഇടയായിത്തീരും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ദൈവം അവരെന്ത് ചെയ്തു? അവർക്ക് വേണ്ടിയിട്ട് വൻകാര്യങ്ങൾ ചെയ്തു. അവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ, പ്രതികൂലങ്ങളെയൊക്കെ മാറ്റി അനുകൂലമായിട്ട് ദൈവം നൽകിയെന്ന് കാണുവാൻ തൊക്കണം കഴിയുന്നു. അപ്പോൾ അവിടെ ചില നന്മകൾ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. എൻ്റെ സമയം ഏകദേശം മുന്നോട്ട് പോകുന്നുണ്ട്. വിശദീകരിക്കാതെ ഞാൻ ഒരു ഭാഗത്തെ കൂടെ പറഞ്ഞു നിർത്തുവാൻ തൊക്കണം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ ഭാഗത്ത് വായിക്കുക, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം പല നന്മകളൊക്കെ ചെയ്യുവാനിടയിൽ ദൈവം അവിടെ മുമ്പായി യാത്ര ചെയ്യുവാനിടയിൽ തിരികൊണ്ടായി. അത് മാത്രമല്ല, അവിടെ മുമ്പിൽ നിന്ന് മാറാൻ നിന്നു. പിന്നെ അവിടെ വായിക്കുന്ന ദൈവം അവർക്ക് രാത്രിയെ വെളിച്ചമാക്കി നൽകി. ഇങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് ആ ചെങ്കടലിനക്കരയ്ക്ക് കടത്തുവാൻ തൊക്കണം പ്രകാശം ദൈവം നൽകുവാനിടയിൽ തീർന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവം ഈ കാര്യം ചെയ്യുമ്പോൾ
ഇതിൻ്റെ കാര്യങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുമെന്ന് കൊണ്ട് കഴിയുന്നു. ഒരു കാര്യം നമ്മളെ ഭാഗത്ത് വായിക്കുന്നു. 14-ാം അധ്യായത്തിൽ പുറപ്പാട് 14-ന്റെ 30 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്. 14-30 വാക്യത്തിൽ ഇങ്ങനെ: യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു എന്നാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഒരു കാര്യം എന്ത് ചെയ്തു? കണ്ടു. എന്തുകൊണ്ടെന്നാണ്? അവരെ പിന്നാലെ വന്ന ശത്രുക്കളുടെ ശവം, അല്ലെങ്കിൽ അവരെല്ലാം കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്ന ആര് കൊണ്ടെന്ന് വായിക്കുന്നത്? ഇസ്രായേൽ ജനം കാണുവാനിടയിൽ തീർന്നു. എപ്പോഴാണ് കണ്ടത്? എപ്പോൾ കണ്ടു? അക്കരെ കിടന്ന ശേഷമല്ലേ. അവർ കണ്ടത് ഇക്കരെ വെച്ചല്ല, പിന്നെയോ ദൈവം അവരെ ചെങ്കടലിലൂടെ ചെങ്കൽപ്പാത ഒരുക്കി. നമ്മൾ ആ ഭാഗമൊക്കെ അറിയാവുന്ന ഞാൻ ആത്മീയർത്ഥം മാത്രം പറഞ്ഞു പോകട്ടെ. ആ ചെങ്കടലിലൂടെ ദൈവം ചെയ്തു വിശാലമായൊരു വഴി ഒരുക്കി. അവരെ എവിടെ കിടന്നു? അക്കരെ കിടന്നു. ആ പ്രഭാതത്തിൽ അക്കരെ കിടന്ന് അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ്? വലിയൊരു സൈന്യവും കൂട്ടം എന്ത് ചെയ്തു? ആ ചെങ്കടലിൻ്റെ കരയിൽ ചത്തടിഞ്ഞ് രഥങ്ങളും അതിൽ കുതിരകളുമാകുന്ന വലിയൊരു കൂട്ടം എന്ത് ചെയ്തു? അവിടെ സൈന്യത്തോട് ചത്തടിഞ്ഞ് കിടക്കുന്ന ആര് കൊണ്ടുവന്നാണ്? ഇസ്രായേൽ ജനം കാണുവാൻ ഇടയായിട്ട് തിരികുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് മനസ്സിലാകില്ല. ഒരു പാട്ട് പാടുന്ന അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്തെന്നും നമ്മൾ എണ്ണുന്ന പാടുന്നത് അങ്ങനെയല്ല. പിന്നെ ആ പാട്ടെങ്ങനെയാണ്? ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കഴിയുന്നില്ല. പിന്നെയോ നമ്മൾ അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ അല്ലേ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ കാണുവാണ്ട് കൊണ്ടാണ് വായിക്കുന്നത്. ദൈവം അവർക്ക് അത്ഭുതകരമായിട്ട് ചെങ്കട് വിഭാഗിച്ച് അക്കരെ കടത്തും ആ ശത്രുവിൻ്റെ മേലുള്ള വിജയം കണ്ടെത്തുവാൻ്റെ കൊണ്ട് ഭാഗ്യം അവർക്ക് നൽകുണ്ടായി. ഇനി ദൈവം അവർക്ക് ചെയ്തെന്താണ്? ചെങ്കടൽ വിഭാഗിച്ചല്ലേ. നമ്മൾ ആ ഭാഗം ചിന്തിച്ചോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് മാനുഷിക ബുദ്ധിക്ക് ഒതുക്കാൻ കഴിയും. അവർക്ക് എന്താണ് പ്രതികൂലമായിരുന്നോ ദൈവം അത് എന്ത് ചെയ്തു? അവർക്ക് ചെയ്തു അത് വിശാലമായി ദൈവം തുറന്നു കൊടുത്തു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടി വരികയില്ല. ഒരുപക്ഷെ നാം ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ദൈവം നീ വഴി ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. പ്രതികൂലമായിരുന്ന ആ വെള്ളം അല്ലേ, ആ ചെങ്കടലെ വെള്ളം എന്ത് ചെയ്തു? അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു മതിലായി നിർത്തുവാൻ ആർക്ക് കഴിഞ്ഞു എന്നാണ്? ദൈവത്തിന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് പ്രതികൂലം തോന്നും, നമുക്ക് എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് ദൈവം ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാം മുന്നോട്ട് പോകാതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തമെന്ന് കാണുവാൻ കഴിയും. ഇനി ഇവർ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്, അവർ ദൈവം പാകെ ചെയ്തൊരു കാര്യം അവിടെ ഭാഗത്ത് വായിക്കും. ദൈവം അവർക്ക് വേണ്ടി ചെയ്തൊരു കാര്യം അവർക്ക് മനസ്സിലാകാതെ പോയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പിന്നാലെ വരുന്ന ശത്രുക്കളുടെയും ഈ രഥങ്ങളുടെയും യാത്ര കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ നിലവിളിച്ച ഒരു സംഭവം കാണുവാൻ തൊക്കെ കഴിയും. 15-ാം വാക്യത്തെ വായിക്കുന്നത് 14-15. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുമ്പോട്ട് പോകുവാൻ എന്താണ് ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ ഉപായിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന് നടുവേ ഉണങ്ങിയ നിലത്തോടുകൂടെ എന്ത് ചെയ്തും കടന്നു പോകും. 10-ാം വാക്യത്തിൽ പറഞ്ഞ ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇവിടെ ഒരു നിലവിളിയാണ് കാണുവാൻ തൊക്കെ കഴിയുന്നത്. നിലവിളിച്ചു. നാം പലപ്പോഴും നിലവിളിക്കും അല്ലേ. ഞാൻ പറഞ്ഞു, ദൈവം പല കാര്യം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യാണ്? നിലവിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഹായിക്കാനായില്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ലയോ, എന്നെ കരുതാൻ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആരുമില്ലയോ എന്നുള്ള ചിന്ത നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മൾ നിലവിളിക്കുവാനിടയായിട്ട് തീരുന്നത്. എന്തിനാണ് നിലവിളിക്കുന്നത്? അവിടെ നിലവിളിച്ചത് ദൈവം അവരോട് മോശയോട് പറഞ്ഞൊരു കാര്യം എന്താണ്? നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുക? പോകുക. അവരെവിടെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്? അവർക്ക് മുന്നിൽ യാത്ര ചെയ്യുവാൻ തൊക്കെ ആരുണ്ട്? പകലും രാത്രി യാത്ര ചെയ്യുവാൻ മേഘസ്തംഭത്തിൽ അഗ്നിസ്തംഭം ആര് പൊയ്ക്കൊണ്ടിരിക്കുക? യഹോവ ദൈവം മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ വായിക്കുന്നത്, മുന്നോട്ട് നോക്കി യാത്ര ചെയ്യേണ്ട ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഇവിടെ നോക്കിയെന്നാണ് വായിക്കുന്നത്. അവർ പുറകോട്ട് തല ഉയർത്തി എങ്ങോട്ട് നോക്കിയെന്നാണ് ആ വാക്ക് ശ്രദ്ധിക്കണേ. തല ഉയർത്തി എവിടേക്ക് നോക്കി? പുറകിലേക്ക് നോക്കി. പുറകിലേക്ക് നോക്കി എന്ത് കണ്ടു? ശത്രുവിനെ കാണുവാനിടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, പുറകിലേക്ക് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിലവിളി. കാരണം നമ്മുടെ പിന്നെ ആരുണ്ടാ? ശത്രു പുറകിൽ ഉണ്ട്. ശത്രു പുറകിലുണ്ട്. പുറകിലേക്ക് നോക്കുവാൻ പറ്റില്ല. പുറകിലേക്ക് നോക്കുന്ന നിലവിളിക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തളർന്നു വീഴുകയും ചെയ്യും. ഏത് സമയത്തും
നമ്മൾക്ക് പുറകിലേക്ക് നോക്കിയാൽ മുന്നോട്ട് വന്ന് കൊണ്ടൊരിക്കലും കഴിയുക. പല കാര്യങ്ങളും ഓട്ടക്കളത്തോടുന്ന കാര്യം പറയുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്ന കാര്യം, ഇതെല്ലാം എന്താണ്? ഒരിക്കലും ലോകത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ഒരുപാട് കാര്യങ്ങളിൽ പുറകിലേക്ക് നോക്കരുതെന്ന് പറയുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ പിമ്പിലുള്ള മറന്നും അല്ലേ മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ഞാൻ ലാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ഓടുന്നു. പുറകിലേക്ക് നോക്കിയാൽ മുന്നോട്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കഴിയില്ല. പുറകിൽ നോക്കാൻ പരാജയപ്പെടും. ഞാൻ നിലവിളിക്കുവാനിടെ എത്തിരും. ഇസ്രായേലൊക്കെ നിലവിളിച്ചെന്താണ്? പുറകിലേക്ക് നോക്കുവാനിടെ എത്തിരുന്നു. ഈ നിലവിളിക്കൊരു കാരണമുണ്ട് കേട്ടോ. വെറുതെ അവർ നിലവിളിച്ചല്ല. ഈ പുറപ്പെട്ട കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് 12-ാം അധ്യായം 37-ാം വാക്യത്തിലെ വരുമ്പോൾ, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങൾ അവരോടുകൂടെ എന്ത് ചെയ്തു? ഒരു സമ്മിശ്ര പുരുഷാരം അല്ലേ എന്ന് പറഞ്ഞാൽ സമ്മിശ്ര പുരുഷാരം. ഇസ്രായേലിലല്ലാത്ത അവരിൽ നിന്നും ഉത്ഭവിച്ചല്ലേ 2 കൂട്ടരായി ചേർന്നുണ്ടായ ഒരു സമ്മിശ്ര പുരുഷാരം കൂട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗം പിന്നീട് സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഇങ്ങനെയുള്ള സമ്മിശ്ര പുരുഷാരാണ് പെറുപെറുത്തതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ആത്മീയ ലക്ഷ്യമില്ലാതെ, കാഴ്ചപ്പാടില്ലാതെ, ദൈവവിളിയില്ലാതെ, ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ പുറപ്പെട്ടാൽ എന്ത് ചെയ്യും? അവരാണ് പലപ്പോഴും പ്രശ്നങ്ങൾ കാരണമായിട്ട് തീരുന്ന. സഭയിലായിരുന്നാലും അതുപോലെ ഏത് സമൂഹത്തിലായിരുന്നാലും ലക്ഷ്യമില്ലാതെ വണ്ണം, ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ വണ്ണം, ഞങ്ങൾ പറയട്ടെ, യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ ദൈവവചനം കേൾക്കാതെ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സമ്മിശ്ര പുരുഷാര ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്ത് ചെയ്യും? അവർ വീണ്ടും പഴയതിലേക്ക് പോകാൻ തൊക്കണം ശ്രമിച്ച് പുറകിലേക്ക് നോക്കും. അവിടെ നിലവിളിച്ചപ്പോൾ ആരും നിലവിളിച്ചു എന്ന് വായിക്കുന്നത് നമ്മൾ വായിച്ചു. ജനം നിലവിളിച്ചു. ആരും നിലവിളിച്ചു? മോശെ വിളിച്ചു അല്ലേ? ജനം നിലവിളിച്ചപ്പോൾ മോശെ നിലവിളിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കും, മോശെ നീ എന്നോട് നിലവിളിക്കുന്ന എന്താണ്? നിനക്ക് നൽകിയ ധാരണ വാഗ്ദത്തങ്ങൾ, നിന്റെ കയ്യിലിരിക്കുന്ന അത്ഭുതം കാണിച്ച വടി, ഞാൻ നിന്നോട് കൂടെ ഇല്ലയോ? നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നു? നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസത്തിന്റെ വഴി നീ എന്ത് ചെയ്യുക? ചെങ്കടലേക്ക് നീട്ടുക. ആ നീട്ടിൻ്റെ ഫലമായിട്ടാണ് ആ ചെങ്കടൽ വിഭാഗിച്ച് അവർക്കൊക്കെ പോകാണ്ട് കൊണ്ടിടയായിട്ട്. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ ജീവിതം സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇതുപോലെയാണ് പലരുടെയും ജീവിതത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാൻ എന്ത് ചെയ്യും? നമ്മൾ ക്ഷീണിച്ചു പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ മുന്നേറുവാനിടയായി തീരണം. നമ്മുടെ കരങ്ങളിലുള്ള മോശയുടെ കരത്തെ വിശ്വാസത്തിൻ്റെ വടി അല്ലേ നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ വടിവേൽ വ്യാപരിച്ച ദൈവശക്തിയാണ് ആ ചെങ്കടലിൽ കടന്നവർക്ക് അക്കരെ പോകുവാണ്ടൊക്കെ വഴി തെളിച്ചത്. പിന്നെ അവർ നിലവിളിച്ച് കാണുവാൻ കഴിയുന്നില്ല. അവർക്ക് വിശാലമായിരിക്കുന്ന വഴിയൊരുക്കി ദൈവം ഒരു അക്കരെ കടത്തി എന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയട്ടെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ നാം നിലവിളിക്കുവാതിരിക്കുവാൻ ഇടയായി തീരണമെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി നാം കാണുവാൻ ഇടയായിട്ട് തീരണം. നമുക്കൊരു കഷ്ടതയേറ്റ കർത്താവിനെ നാം കാണുവാൻ ഇടയായി തീരണം. നമുക്ക് വേണ്ടി നിന്നയേറ്റ, അപമാനമേറ്റ, പരിഹാസികളുടെ പാട്ടായി തീർന്ന, പരിസ്ഥിതി തീർന്ന ശേഷം ദൈവത്തിൽ വായിക്കുന്ന കർത്താവിനെ കാണുവാൻ ഇടയായി തീർന്നാൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. നാം നിലവിളിക്കേണ്ടി വരികയില്ല. ഏത് പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കുവാനും ഏറ്റെടുക്കുവാനിടയിൽ തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നാം സുഭിക്ഷമായി ഒരു പക്ഷേ സമാധാനം പോലും നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ നമുക്കിന്ന് എത്ര കാലം ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കർത്താവിനെ മഹത്വപ്പെടുത്തി പോകുന്ന അറിയത്തില്ല. പക്ഷേ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും പ്രയാസം വന്നാലും നാം തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ യാത്ര ചെയ്യുന്ന ഒരുപക്ഷെ നാം കാണുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മുമ്പായി യാത്ര ചെയ്യുന്നു എന്നുള്ള ബോധത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തളർന്നു പോകേണ്ടി വരികയില്ലെന്ന കാര്യം ഞാനുള്ള ഉറപ്പുവരുത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യം ഞാൻ പറയുമ്പോൾ ഇത് കേവലം വായിൽ നിന്ന് പറയുന്നതല്ല, പിന്നെയോ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ കൈപ്പേറിയ ധാരാളം അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ എൻ്റെ വാക്കുകൂടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പായി ഒരു വാക്ക് പറയട്ടെ. ജീവിതം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തിരികൊണ്ടായി. 94 ഞാൻ എൻ്റെ 24-ാമത്തെ വയസ്സിൽ കർത്താവ് എന്ത് ചെയ്തു? എന്നെ കർത്താവിൻ്റെ വേലയ്ക്കായി വിളിച്ചു. ഞാൻ എൻ്റെ സ്വന്തം സ്വദേശം ഈ ട്രിവാൻഡ്രത്താണെങ്കിലും ഞാൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വെച്ചാണ് വേർപാട് വിശ്വസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വീടുകാരെല്ലാം എതിർപ്പാണ്. ഞാൻ ഗൾഫിലേക്ക് പോകാൻ കൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ വേലയെക്കുറിച്ചുള്ള ബോധം ജോൺ കുര്യൻ സാറും അതുപോലെ തോമസ് മാത്യു സാറും തമ്മിൽ പയ്യന്നൂരുള്ള എവറസ്റ്റ് ലോഡ്ജിൽ വെച്ചാണ് ഒരു ചലഞ്ച് കോൺഫറൻസിൽ വെച്ചാണ് എനിക്ക് വേലയ്ക്കായിട്ടുള്ള വിളി ഉണ്ടായി. ഞാൻ ഗൾഫിൽ യാത്രയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്ന് കർത്താവിൻ്റെ വേല സ്വന്തം നാട്ടിൽ ചെയ്യണം തീരുമാനിക്കുവാനിടയായി തീർന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 24-ാം വയസ്സിൽ കർത്താവ് വേലയ്ക്കായിട്ട് വിളിച്ചു. വളരെ കഷ്ടതയിലൂടെ കടന്നു പോയ സമയങ്ങളായിരുന്നു. വീട്ടുകാർ എനിക്ക് അനുകൂലമല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ സ്വതന്ത്രക്കാരൊക്കെ ആയി. പിന്നീട് കാരണം ആദ്യ സീസണിലായിരുന്നു, പിന്നീട് ഒരു പ്രശ്നങ്ങളൊക്കെ സ്വതന്ത്രയിലേക്ക് പോയി. വീട്ടിൽ താമസിക്കാൻ അനുവാദമില്ല.
ഭക്ഷണം ശരിയാണ് കഴിക്കാൻ വന്നത് സമാധാനമില്ലാത്തനെ പോലെ ഞാൻ വീട് വിട്ട് ഇറങ്ങേണ്ട അനുഭവങ്ങളുണ്ടായി. പല സഭകളിലും പോയി ആശ്രയിക്കുവാൻ ഇടയായിത്തീരുണ്ടായി. അന്ന് എനിക്ക് വേർപാട് വിശ്വാസത്തെക്കുറിച്ച് അധികമൊന്നും അറിവില്ലാത്തിനടുത്തുള്ള 26-ാമത്തെ വയസ്സിൽ ദൈവം കൃപയാലിന് കുടുംബജീവൻ നൽകുകയുണ്ടായി. അത് 26-ാമത്തെ വയസ്സിൽ കുടുംബജീവൻ 27-ാം വയസ്സിൽ ഞങ്ങൾക്കൊരു മൂത്ത മകനെ നൽകി. അന്ന് 28 ദിവസം അവന് ജനിച്ചു. 28-ാം ദിവസം എനിക്കൊരു വലിയൊരു അപകടം നേരിട്ടു. എൻ്റെ കാല് മുട്ടിന് മുകളിലായിട്ട് 12 പീസായിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ 1 മാസം കിടന്നു. 1 വർഷം ഞാൻ ബെഡിൽ കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഹൃദയത്തിൽ കർത്താവ് നീ എന്നെ വിളിച്ചുവല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നടക്കാൻ പറ്റില്ല, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യത്തില്ല, നടക്കില്ല. കാരണം അന്ന് പിടിച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ്, കാരണം മുറിക്കാൻ പറ്റില്ല, അത്രയും മുകളിലൊരു ഒടിവായുണ്ട്, മുറിക്കാൻ പറ്റാത്തൊരു 1 മാസം കിടന്നാണ് രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ചിന്തിച്ചു കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ച്, ഞാൻ ഗൾഫിൽ പോയിരുന്ന കുറച്ച് പൈസ കൊണ്ട് ജീവിക്കാമായിരുന്നല്ലോ ചിന്തിച്ചു. കുടുംബം ഉണ്ടായി, കേവലം എനിക്ക് യാതൊരു നിവൃത്തിയില്ല, എന്നെ ആരും അറിയത്തില്ല, ഞാൻ വേറെ ഭാഷയിൽ വന്നതേ ഉള്ളൂ, കേവലം ആർക്കും എന്നെ അറിയത്തില്ല. എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന കാര്യം 60 രൂപ മാത്രം, അതാണ് എൻ്റെ സമ്പാദ്യം എന്നറിയപ്പെടുന്നത് മാത്രം. എന്നെ നോക്കി മാനം ജനിച്ചു. 28 ദിവസം ഭാര്യയുടെ വീട്ടിലാണ്, ചാവടി അസംബ്ലിയിൽ അവിടെ കഴിയുന്നു. ഞാൻ മെഡിക്കൽ കോളേജിലും കഴിയുകയാണ്. എനിക്ക് ജീവിതം തളർന്നു പോയ വേളകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്തുള്ളൂ. സ്തോത്രത്തിൽ പറയട്ടെ, ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ എൻ്റെ കഷ്ടത കാരണമായി തീർന്നു മാത്രം. എന്നെ ലോകം അറിഞ്ഞതാണ് എൻ്റെ കഷ്ടതയിലൂടെയാണ്, അല്ലേ? വേർപാട് വിശ്വാസികൾ വൈസിദാസ് എന്നറിയപ്പെട്ട സുവിശേഷകനെ കുറിച്ച് ലോകം അറിഞ്ഞത് എങ്ങനെയാണ്? എനിക്ക് ദൈവം എൻ്റെ കാല് മുറിച്ചതിൻ്റെ ആണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന നന്മകൾ നമുക്ക് അപ്പം മനസ്സിലാക്കുവാനിടയായിട്ട് തിരികെയില്ല. പിന്നെ എന്താണ്, മരിച്ചുപോയെന്ന് കേട്ട എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പക്ഷേ അന്നത്തെക്കാൾ അധികം ഓടി നടക്കുന്ന ആരോഗ്യം നൽകിയത് ആ കഷ്ടതയോട് ഞാൻ കടന്നുപോയത് എൻ്റെ പരിണിത ഫലമായിട്ടാണ്. കഷ്ടം നമുക്ക് ഒരിക്കലും ദോഷത്തിനല്ല, പിന്നെയോ ആണ് നന്മ നമുക്ക് പിന്നീട് കാണുക. അപ്പം നമുക്ക് അനുഭവം കഴിയും. അന്ന് നമ്മൾ വേദനയായിരിക്കാം, എന്തിന് കർത്താവ് ചിന്തിക്കുവാൻ സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞത് കേവലം വാക്കുകൊണ്ട് പറയുകയല്ല, ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ കടന്നു പോയി. അവിടെയൊക്കെ ദൈവം കൈവിട്ടുകളാതെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ ദൈവത്തിൽ ആശ്രയിച്ചുന്ന കാരണത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതികൂലം ധാരാളം ഉണ്ടാകാം, പ്രശ്നം ധാരാളം. നമ്മൾ കൈവിട്ടുകളെന്ന കർത്താവല്ല. കാർമേഘത്തിലൂടെയാണ് ദൈവം സഞ്ചരിക്കുന്നത്, നേരിട്ടല്ല. ആ മേഘത്തിൻ്റെ മറവിൽ നമുക്ക് കാണുമെന്ന് കൊണ്ടും കഴിയുന്നില്ല. പക്ഷേ ആ മേഘത്തിൻ്റെ മറവിൽ ആരുണ്ട്? ദൈവമുണ്ട് എന്ന കാര്യം നമുക്ക് വിശ്വാസത്തോടെ മുന്നേറുവാനിടയിൽ. ആ മേഘത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തെ നോക്കുക. ഒരിക്കലും കർത്താവ് കൈവിട്ട് കളയുന്ന കർത്താവല്ല. നമ്മളെ വീടെത്തിക്കുന്നവരെ ചുമക്കുന്ന ഇടയനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ആശ്രയിക്കുന്ന എത്തിയിട്ട് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാം അന്ന് അവൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ പാവം നാം ആരാധിക്കുന്ന സമയം എന്നുള്ളത് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല ദൈവം നന്മകളാണ്. ആ നന്മകളോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയെത്തി. അതുകൊണ്ട് ദൈവം നമ്മെ പലപ്പോഴും ചുറ്റി നടത്തുന്നത്, ചില വഴിയിലൂടെ നമ്മൾ ഇച്ഛിക്കാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്, അത് വെറുതെ അല്ല, അത് നമുക്ക് ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ കോണമാണ്. ആ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരം എത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഷ്ടത വരുമ്പോൾ പ്രയാസം നിരാശപ്പെട്ടു പോകരുത്, തടന്നു പോകാതെ ആശ്രയിക്കുവാൻ, കർത്താവ് ശരണപ്പെടുവാൻ ഈ ചിന്തകൾ മുഖാന്തരം ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിനവസരം നൽകി ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ദൈവനാമത്തെ നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും എന്നെയും കുടുംബത്തെയും സഭയും പ്രവർത്തനങ്ങളെ പ്രാർത്ഥന ഓർക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എങ്ങനെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകാൽ ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് പരിപാലിച്ചത്, അതിൻ്റെ വിവിധ വശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആദ്യമായി നാം ഇപ്രകാരം കേട്ടു, ദൈവം തൻ്റെ ജനത്തെ ചുറ്റി നടത്തി. നമ്മുടെ ദൈവം പലപ്പോഴും നമ്മെ ചുറ്റി നടത്തുന്ന ദൈവമാണ്. പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ചില അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുവാൻ, ചില പ്രതിസന്ധികളൊക്കെ നാം തരണം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ദൈവം നമ്മെ ചുറ്റി നടത്തുന്നു. എന്നാൽ അതേസമയം തന്നെ ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നത് പോലെ നമ്മുടെ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു. അതുപോലെ തന്നെ രാത്രിയെ പകലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ശത്രുക്കൾക്ക് പകൽ രാത്രിയാക്കുകയും നമുക്ക് രാത്രി പകലാക്കുകയും ചെയ്യുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നാം ഒടുവിലായിട്ട് കേട്ടത്, പലപ്പോഴും ഇങ്ങനെയുള്ള കരുതൽ, ഇങ്ങനെയുള്ള പരിപാലനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും നാം മോശ നിലവിളിച്ചതുപോലെ, ഇസ്രായേൽ മക്കൾ നിലവിളിച്ചതുപോലെ നാം നിലവിളിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നാം തലയുയർത്തി തിരിഞ്ഞു നോക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ടാണ്
നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നത്, നാം നിലവിളിക്കുന്ന അവസ്ഥ വരുന്നത്, നാം തല ഉയർത്തി ലോകത്തിലേക്കും മറ്റ് പല ഡയറക്ഷൻസിലേക്കും നാം നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിലവിളിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ നാം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ പോകുന്ന മേഘസ്തംഭത്തെയും അഗ്നിസ്തംഭത്തെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വരുന്ന ആളുകളിൽ അപ്രകാരം കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ പരിപാലനം, യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെല്ലാവരും ഇടയാക്കി തീർക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് നമ്മോട് കേൾപ്പിച്ച പ്രിയ കർത്താസൻ വൈസീദാസ് അവർക്കുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. താൻ വിവിധങ്ങളായ ശുശ്രൂഷകൾ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം പ്രിയ കർത്താസിനെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ഇന്ന് ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് TBFൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ, ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ട്യൂസ്ഡേ തോറും നടത്തുന്ന സൂം മീറ്റിങ്സിനെ കുറിച്ച് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാംസൊക്കെ നടത്തപ്പെടുന്നു, അതോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ പേരുക്കടയിലുള്ള പ്രിയ ജേക്കബ് അങ്കിൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനും തക്കണം കർത്താവ് ഞങ്ങൾക്ക് തന്ന ആ വലിയ സന്തോഷത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. വചനം തന്ന ദാസനെയും കർത്താവ് അധികമായി ബലപ്പെടുത്തി കർത്താവെ ഞങ്ങൾക്ക് ആ പ്രത്യാശയുടെ വചനങ്ങൾ അധികമായി നൽകി തന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രതികൂല ഘട്ടത്തിലും കർത്താവെ അവിടുന്ന് അഗ്നിസ്തംഭമായിട്ടും മേഘത്തൂണായിട്ടും കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്നുണ്ട്. കർത്താവെ അത് ഞങ്ങൾ പലപ്പോഴും അറിയാതെ ഞങ്ങൾ പുറകോട്ട് നോക്കുന്നവരായി തീർന്നു പോയിട്ടുണ്ട് കർത്താവെ. എന്നാൽ കർത്താവെ അവിടെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ അവിടുത്തെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നിടത്തോളം കർത്താവിൽ ഞങ്ങളെ ചുമക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ കേട്ട് കർത്താവെ. കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവെ നിന്നിൽ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. ആ ഇസ്രായേൽ മക്കളെ കർത്താവ് ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നടത്തി കർത്താവെ പലവിധമായ പ്രയാസ ഘട്ടത്തിലെല്ലാം കർത്താവർക്ക് സഹായിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് കർത്താവ് ഞങ്ങൾക്കും കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് എപ്പോഴും കർത്താവ് ആ സഹായിയായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം കർത്താവെ. നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു കർത്താവെ. അവിടുന്ന് മാത്രം എല്ലാ സ്തുതിക്കും സ്തോത്രങ്ങൾക്കും യോഗ്യൻ കർത്താവെ. കർത്താവ് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു കർത്താവെ. ഈ കർത്താവെ ഈ ട്രിവാൻഡ്രം ബ്രദർ അസംബ്ലി കർത്താവെ ഈ ദേശത്ത് ചെയ്യുന്നതായ പ്രവൃത്തികളെ കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാ വേലകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഔട്ട്റീച്ചുകളിൽ കൂടെ എല്ലാം കർത്താവെ അവിടുത്തെ സ്നേഹിക്കുന്ന അനേകരെ കർത്താവെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം കർത്താവ് കൃപയരുളുമാറാകണമേ. അവരുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവെ നിന്നെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവരെ കർത്താവ് പ്രോത്സാഹിപ്പിക്കണമേ. കർത്താവെ എൻ്റെ വേലയിലായിരിക്കുന്ന നിൻ്റെ മക്കളെയെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. കർത്താവെ ഈ കർത്താവെ ഈ ബൈബിൾ ഫെലോഷിപ്പ് കർത്താവെ അധികമായിട്ട് അനേകർക്ക് കർത്താവെ പ്രയോജനപ്പെടുവാനും ഈ ദേശത്തുള്ളവർ കർത്താവെ കൂടി വന്ന് കർത്താവിൻ്റെ വചനം ശ്രവിപ്പാനും കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാനും തക്കവണ്ണം കർത്താവെ കാരണമാകണമേ. കർത്താവിടെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പലവിധ ആവശ്യഭാരങ്ങളിൽ കൂടി വരുന്ന നിൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരുടെ എല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും അവരുടെ എല്ലാ രോഗങ്ങളും എല്ലാം കർത്താവ് മുന്നമേ അറിഞ്ഞ് കർത്താവ് അതിനെല്ലാം കർത്താവ് ആ സൗഖ്യവും ആശ്വാസവും എല്ലാം പകരുന്ന ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം.
കർത്താവെ പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് യൗവനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഈ വലിയ നന്മകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ അവരധികമായിട്ട് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം, വരും തലമുറ കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് അവരിൽ കൂടെല്ലാം ആ യൗവനക്കാരുടെ ഇടയിൽ അവർക്ക് വില ചെയ്യുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാനും തക്കവണ്ണം കർത്താവരെ സഹായിക്കണമേ. ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് തന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി, സ്തുതി, സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഇനി കൂടി വരുവോളം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കണമേ. പിരിയാത്തവരായി ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവെ. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.